എപ്പിസോഡ് തുടക്കത്തിൽ കാണിക്കുന്നത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഗ്രാൻഡ് ഫിഷറിനെ നമ്മുടെ ഇഷിനാണെങ്കിൽ വളരെയധികം ഈസി ആയിട്ട് തന്നെ ഒരു നല്ല അറ്റാക്ക് തന്നെ ആ ഗ്രാൻഡ് ഫിഷറിനെ നേരെ കൊടുക്കുന്നു. സോ ഇത് കണ്ട നമ്മുടെ കോണും അതുപോലെ തന്നെ ബാക്കിയുള്ളവരും വളരെയധികം നല്ല രീതിയിൽ തന്നെ ഞെട്ടി നിൽക്കുകയാണ്. കാരണം ഇങ്ങേര് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു സോൾ റിപ്പർ ആണെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇത്ര നേരവും ഇവിടെ കോമാളിത്തരവും അതുപോലെ തന്നെ കോമഡിയും കാണിച്ചുകൊണ്ടിരുന്ന ഇങ്ങേര് ഇത്രയും പവർഫുൾ ആണെന്നുള്ള ഒരു കാര്യം വളരെയധികം തമാശയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന അങ്ങേരാണെങ്കിൽ വളരെയധികം സീരിയസ് ആയിട്ട് പോവുകയാണ്. നമ്മുടെ ഇച്ചിഗോനെ ഇതുവരെ തൻ്റെ സോൾ റിപ്പർ പവർ തൻ്റെ അച്ഛൻ കാണിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. സോ അതോട് തന്നെ അയാൾ വളരെയധികം സീരിയസ് ആയിട്ട് തന്നെ സോൾ റിപ്പർ ഫോം മാറ്റാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു അങ്ങോട്ട് നമ്മുടെ ഉരഹര വരുന്നത്. നമ്മുടെ ഉരഹര അങ്ങേരോട് ചോദിക്കുകയാണ്, ഹേ നിനക്ക് എങ്ങനെയാണ് നിന്റെ സോൾ റിപ്പർ പവർ നിനക്ക് തിരിച്ചു കിട്ടിയത്? അതെല്ലാം നമ്മൾ മാറ്റിയതല്ലേ? സോ നമ്മുടെ ഉരഹര വന്നോടനെ തന്നെ നമ്മുടെ ഉരഹര ഈശിനോട് ചോദിക്കുന്നുണ്ട്, ഹേ ഈശിൻ നിനക്ക് എങ്ങനെയാണ് നിന്റെ സോൾ റിപ്പർ പവർ തിരിച്ചു കിട്ടിയത്? നമ്മൾ പണ്ട് നിന്റെ സോൾ റിപ്പർ പവർ മുഴുവനായിട്ട് തന്നെ ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞിട്ടില്ലായിരുന്നോ? സോ സംഭവം എന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ ഉരഹരയാണെങ്കിൽ ഇഷിൻ പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഇഷിൻ്റെ ശരീരത്തുള്ള സോൾ റിപ്പർ പവർ മുഴുവനായിട്ടും കളഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ഇപ്പോൾ ഉരഹര ചോദിക്കുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് നിനക്ക് ഈ പവർ തിരിച്ചു കിട്ടി കേട്ടാ? നമ്മുടെ ഇഷിൻ പറയുകയാണ്, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയുക. ഗ്രാൻഡ് ഫിഷർ എന്ന് പറയുന്നത് ഒരു ഹോളോവിൻ്റെ അപ്പുറം ഒരു മോൺസ്റ്റർ. അതിൻ്റെ മെയിൻ പരിപാടി സോൾസിനെ ഹണ്ട് ചെയ്യുന്നത്. എൻ്റെ സോളും ആ മോൺസ്റ്റർ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. എനിക്ക് അവൻ്റെ അങ്ങനെയൊന്നും പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാധിച്ചില്ല. പെട്ടെന്ന് തന്നെയായിരുന്നു എൻ്റെ സോൾ പവർ അവിടെ വെച്ച് വീണ്ടും കിട്ടുന്നതല്ല. എൻ്റെ വൈഫ് മിസാക്കിനെ കൊന്നതും ആ സെയിം ഹോളോ തന്നെയല്ലേ? അതുകൊണ്ട് കൂടെ ആയിരിക്കും എൻ്റെ സോൾ പവർ അൺലോക്ക് ആയത്. ഓ എനിക്കെല്ലാം മനസ്സിലായി വരുന്നുണ്ട്. നമ്മുടെ ഉരഹര വളരെയധികം ഫണ്ണായിട്ട് നമ്മുടെ ഇഷിനോട് പറയും. നമ്മുടെ ഉരഹരയാണെങ്കിൽ ഇച്ചിക്കോൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷിന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇപ്പം വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ്റെ ഒക്കെ കോൺടാക്റ്റിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. കേട്ടോടെ തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഇഷിൻ സീരിയസ് ആകുകയാണ്. കാരണം തൻ്റെ മകൻ ഡേഞ്ചറിലാണെന്ന് ഇഷിൻ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അല്ല നമ്മുടെ ഇഷിനാണെങ്കിൽ ഇച്ചിഗോൻ്റെ കൂടെ വളരെയധികം സ്പിരിച്വൽ എനർജി ഉള്ള ഒരു തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അവനും ഇച്ചിഗോനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ആയിരിക്കും വന്നിരിക്കുന്നതെന്ന് അവർ വിചാരിക്കുന്നു. അതുമാത്രമല്ല നമ്മുടെ ഇച്ചിഗോ ഇപ്പോൾ വളരെയധികം ഡേഞ്ചറിലാണ് ആണെന്നൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. നമ്മുടെ ഉരഹര പറയുകയാണ്, അവനുള്ള ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, ആ ഓർഗനൈസേഷനിലുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഹോളോ പവറൊക്കെ യൂസ് ചെയ്യും. നമ്മുടെ ഇച്ചിഗോയും ഹോളോ പവേഴ്സ് ഒക്കെ യൂസ് ചെയ്യും. ഉറപ്പായിട്ട് വൈസോട്ട് ഗ്രൂപ്പിലേക്ക് ഇച്ചിഗോനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് അവൻ വന്നത്. നമ്മുടെ വൈസോട്ട് ഗ്രൂപ്പ്സും സോൾ റിപ്പേഴ്സ് തന്നെയാണ്. പക്ഷേ ആണെങ്കിൽ അവർ ഒരുപാടധികം ഫോർബിഡൻ ആയിട്ടുള്ള ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഹോളോ എബിലിറ്റീസ് സ്ട്രെങ്ത് ഒക്കെ അവരെ ഗെയിൻ ചെയ്തു. ഇത് മാത്രമേ ഉള്ളൂ ഇവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻ. ഇവരുടെ മോട്ടീവ്സ് ഒന്നും ഇതുവരെ പുറത്തു പോലും വന്നിട്ടില്ല. നമ്മുടെ ഇഷിൻ ചോദിക്കുകയാണ്, അപ്പോൾ വൈസോട്ട് ഗ്രൂപ്പിലല്ലേ ഈ അലങ്കാരം വന്നിരിക്കുന്നത്? സോ ഇത് കേട്ട നമ്മുടെ ഉരഹര പറഞ്ഞു കൊടുക്കുകയാണ്, വൈസോട്ട് ഗ്രൂപ്പിൽ സോൾ റിപ്പേഴ്സ്, ഹോളോസ്, ഹ്യൂമൻസ് ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് വൈസോട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി. ഇത് കേട്ട നമ്മുടെ ഇഷിന് മനസ്സിലാക്കിയാണ്, ഇത് ചെറിയ കാര്യമൊന്നുമല്ല, ഇത് വലിയ കാര്യമാണ്. അതുമാത്രമല്ല ഇച്ചിഗോ ഇപ്പം നല്ല രീതിയിൽ തന്നെ ഡേഞ്ചറിലാണ്. സോ അതുകൊണ്ട് തന്നെ വൈസോട്ട് ഗ്രൂപ്പിൻ്റെ കൂടെ ഒരു വാരം തന്നെ അവർ റെഡിയാക്കാൻ വേണ്ടി തയ്യാറാകുകയാണ്. സോ നമ്മുടെ ഇച്ചിഗോ മാത്രമല്ല ഡേഞ്ചറിൽ, കാർക്കുറ സിറ്റിയും ഇപ്പോൾ ഡേഞ്ചറിലാണെന്ന് നമ്മുടെ ഉരഹര പറയുന്നത്. സോ ഇനി ഓർഗനൈസേഷൻ ഇവരുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വന്നാൽ ആ ഫൈറ്റിന് വേണ്ടിയൊക്കെ ഇവർ റെഡിയാകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതുമാത്രമല്ല കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷിന് മനസ്സിലായിട്ടുണ്ട്. കാരണം സോൾ സൊസൈറ്റിയിൽ ഒരുപാടധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ അതിനുള്ള കാരണം ഐസൺ ആണെന്നും നമ്മുടെ ഇഷിന് മനസ്സിലാകുകയാണ്. ടോക്കിയോക്കു യൂസ് ചെയ്തിട്ട് ഹോളോസിനെയും വെച്ചിട്ട് ഒരു വലിയൊരു ആർമി തന്നെയാണ് ഐസൺ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. സോൾ സൊസൈറ്റിയെ ബിട്രേ ചെയ്തിരിക്കുന്നത് ഒരു വലിയൊരു ആർമി ക്രിയേറ്റ് ചെയ്തിട്ട് സോൾ സൊസൈറ്റിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയാണ്. ഐസൺ ഒരു ചെറിയ ആളൊന്നുമല്ല. ഇത് കേട്ട ഉരഹരയാണെങ്കിൽ നമ്മുടെ ഇഷിന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഒക്കിയോക്കു എന്ന് പറഞ്ഞ സാധനം വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സോ ഇത് റെഡി ആകണമെങ്കിൽ അതിന് ഒരുപാടധികം സമയം കൊണ്ട് നമ്മുടെ ഐസൺ ആണെങ്കിൽ ഒരു അലങ്കാർ ആർമി തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മുടെ ഉരഹരയ്ക്കും ബാക്കിയുള്ളവർക്കും മനസ്സിലാകുകയാണ്. പെട്ടെന്നായിരുന്നു അവർ നിന്ന സ്ഥലത്തിലേക്ക് ഇച്ചിഗോന്റെ സ്പിരിച്വൽ പ്രഷർ അവർക്ക് സെൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. സോ അവരെ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് പെട്ടെന്ന് പോകാൻ വേണ്ടി അവർ തീരുമാനിക്കുന്നു. സോൾ സൊസൈറ്റിയാണ്. സോൾ സൊസൈറ്റിയിലാണെങ്കിൽ ക്യാപ്റ്റൻസിലെ എല്ലാത്തിനെയും കൂടെ മീറ്റിംഗ് വിളിക്കുകയാണ് നമ്മുടെ ഓൾഡ് മാൻ യാമ. സോ നമ്മുടെ യാമ പറയുകയാണ്, നമ്മളൊരു വലിയ വാറിന് വേണ്ടി തന്നെ റെഡിയാകും, ഫൈറ്റ് തന്നെയായിരിക്കും ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇത് കേട്ട ബാക്കിയുള്ള ക്യാപ്റ്റൻസ് വളരെയധികം സീരിയസ് ആകുന്നു. കാണിക്കുന്നത് സ്കൂളിലിരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇച്ചിഗോനെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ആ സ്ഥലത്ത് ചെന്ന് നോക്കിയായിരുന്നു.
എന്തോ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്പിരിച്വൽ പ്രഷർ എനിക്ക് അവിടെ വെച്ച് സെൻസ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. പക്ഷെ അവിടെ പോയി നോക്കിയ സമയത്ത് അവിടെ എനിക്കൊന്നും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഹിറാക്കു എന്തിനു വേണ്ടിയാണ് അവൻ്റെ ഓർഗനൈസേഷനിലേക്ക് എന്നെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്? അവൻ്റെ മോട്ടീവ് തന്നെയായിരുന്നു നമ്മുടെ ഹിറാക്കു ഒറിഹിമി ക്ലാസ്സിലേക്ക് വരുന്നത്. സോ വന്നോടെ തന്നെ നമ്മുടെ ഹിറാക്കു ആണെങ്കിൽ ഒറിഹിമിനെ ഇച്ചിഗോന്റെ മുമ്പിൽ വെച്ച് കിസ് ചെയ്യുകയാണ്. സോ ഇത് കാണാൻ നേരത്തെ നമ്മുടെ ഇച്ചിഗോയ്ക്ക് ഒന്നുകൂടെ ദേഷ്യം വരുന്നുണ്ട്. എന്നാലും നമ്മുടെ ഹിറാക്കുവിനെ പിടിച്ച് വലിച്ച് വെളിയിലേക്ക് നമ്മുടെ ഇച്ചിഗോ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് നമ്മുടെ ഹിറാക്കുവിനോട് ഇച്ചിഗോ ചോദിക്കുകയാണ്, നീ എന്തിനു വേണ്ടിയാണ് എൻ്റെ കാര്യത്തിലൊക്കെ ഇടപെടാൻ വേണ്ടി വരുന്നത്? നീ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് എന്നെ ഓർഗനൈസേഷനിലേക്ക് ചേർക്കാൻ വേണ്ടി ശ്രമിച്ചത്? നിൻ്റെ മോട്ടീവ് എന്തുവാണ്? എന്ത് ചെയ്യാൻ വേണ്ടിയാണ് നീ അതിനൊക്കെ ശ്രമിക്കുന്നത്? ഓർഗനൈസേഷനിലേക്ക് ജോയിൻ ചെയ്താൽ ഞാൻ നിനക്ക് എങ്ങനെയാണ് ഹോളോൻ്റെ പവർ കൺട്രോൾ ചെയ്യുന്നതെന്ന് പഠിപ്പിച്ചു തരാം. നീ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഓരോ ദിവസം കഴിയാൻ നേരത്തും ആ ഹോളോ പവർ നിന്നെ കൺസ്യൂം ചെയ്ത് നിന്നെ ഒരു ഹോളോ ആക്കി, ഒരു മോൺസ്റ്റർ ആക്കി മാറ്റി. കേട്ടുടനെ നമ്മുടെ ഇച്ചിഗോ ചെറുതായിട്ട് പേടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സീരിയസും ആകുകയാണ്. അപ്പം പറഞ്ഞു വരുന്നത്, ഞാൻ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ചെറുതായിട്ട് ഹോളോ ആയി മാറുമെന്നല്ലേ? അതെ, നീ ഹോളോ ആയിട്ട് മാറുന്നത് മാത്രമല്ല, നീ നിൻ്റെ സുഹൃത്തുക്കളെയും നിൻ്റെ കുടുംബത്തിനെയും നീ ഒരു മോൺസ്റ്ററായി മാറിക്കഴിഞ്ഞിട്ട് നീ അവരെ എല്ലാത്തിനും ഡിസ്ട്രോയ് ചെയ്ത് കളയും. സോ അത് വരാതിരിക്കാൻ വേണ്ടി നീ ഞങ്ങളുടെ ഓർഗനൈസേഷനിലേക്ക് ജോയിൻ ചെയ്യും. ഇത്രയധികം കേട്ടിട്ട് നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി റെഡിയൊന്നും ആയിട്ടില്ല. നമ്മുടെ ഇച്ചിഗോ വിചാരിക്കുന്നത് നടക്കുന്നത് എന്തൊക്കെയാകട്ടെ അങ്ങനെ നടക്കട്ടെ എന്നാണ്. സോ അങ്ങനെ നമ്മുടെ ഇച്ചിഗോ വീട്ടിലേക്ക് പോകാൻ വേണ്ടി സ്കൂളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. സോ പിന്നീട് കാണിക്കുന്നത് ഫൈറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വളരെയധികം ബോറടിച്ച് നടക്കുന്ന നമ്മുടെ ഹിറാക്കുവിനെയാണ്. സോ അങ്ങനെ ബോറടിച്ച് നടക്കുന്ന സമയത്ത് നമ്മുടെ ഹിറാക്കുവിൻ്റെ പുറകിലേക്ക് ഒരാൾ ചവിട്ടുന്നു. നമ്മുടെ ഹിറാക്കു തെറിച്ച് അവിടുത്തെ ഒരു ഭിത്തിയിൽ ചെന്ന് ഇടിക്കുന്നുണ്ട്. ആറാ ചവിട്ടി എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പെണ്ണായിരുന്നു. സോ ഈ സൈസ് വെച്ച് ആരെയും അളക്കാൻ വേണ്ടി പാടില്ല. വൈസോട്ട് ഗ്രൂപ്പിൻ്റെ സെക്കൻഡ് കമാൻഡറാണ് ഇത്. പേര് യൂറി എന്നാണ്. നമ്മുടെ യൂറി വന്നോടെ തന്നെ നമ്മുടെ ഹിറോക്കിനെ നല്ല രീതിയിൽ തന്നെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. നിന്നോട് എന്തുവാടാ പറഞ്ഞത്? നീ എന്നിട്ട് ഇവിടെ ചില്ലടിച്ച് നടന്നുകൊണ്ടിരിക്കുവാണ്. നിന്നോട് ഇച്ചിഗോനെ നമ്മുടെ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല നിന്നെ ഇവിടോട്ട് വിട്ടത്. എന്നിട്ട് നീ ഇവിടെ ഇരുന്ന് എന്തോ പരിപാടിയാടാ കാണിക്കുന്നത്? നീ എന്ത് തോന്നിവാസമാടാ കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ചെരുപ്പൊക്കെ എടുത്താണ് നമ്മുടെ ഹിറൂക്കനെ അടിക്കുന്നത്. നമ്മുടെ ഹിറൂക്ക പറയുകയാണ്, ഞാൻ ഇച്ചിഗോനോട് ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്, പക്ഷെ അവൻ സമ്മതിച്ചില്ല. ഇതേ സമയത്തായിരുന്നു നമ്മുടെ ഒറിഹിമി അതുപോലെ സാധു അവരുടെ അടുത്തേക്ക് വരുന്നത്. ആണെങ്കിൽ നമ്മുടെ ഹിറൂക്കനെ ഫോളോ ചെയ്താണ് ഇവിടെ വരെ വന്നത്. അതുപോലെ ഇച്ചിഗോന്റെ ഇടയിൽ എന്തോ ഒരു വലിയ സംഭവം നടക്കുന്നുണ്ടെന്ന് ഇവർക്ക് തോന്നി. സോ അതുകൊണ്ടാണ് ഇവനെ ഫോളോ ചെയ്ത് ഇവിടെ വരെ ഇവർ വന്നത്. അതേ സമയത്ത് തന്നെ നമ്മുടെ യൂറി ആണെങ്കിൽ വീണ്ടും നമ്മുടെ ഹിറൂക്കിനെ തലക്കിട്ടൊരു അടിയും കൊടുത്തിട്ട് അവരോട് സംസാരിക്കാൻ വേണ്ടി റെഡി ആകുകയാണ്. യൂറിക്കാണെങ്കിൽ ഒറിഹിമിനെ അത്രയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഒറിഹിമയാണെങ്കിൽ ഒരുപാടധികം സുന്ദരിയുമാണ്, അതുപോലെ തന്നെ അവൾക്ക് നല്ലൊരു ബോഡിയും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അവളോടൊരു കുശുമ്പ് തോന്നുകയാണ് അവൾക്ക്. നിങ്ങൾ എൻ്റെ ബോഡി ഒന്നും വെച്ച് ആളെന്ന് നോക്കണ്ട, ഞാൻ നിങ്ങളെക്കാട്ടിൽ ഒരു വലിയ ആൾ തന്നെയാണ്. പിന്നെ ഒരു വലിയ ആള് വന്നേക്കുന്നു. സോ ഇതേ സമയം തന്നെയാണ് യൂറിയാണെങ്കിൽ ഹിറൂക്കിനെ മൂക്കിലൊട്ടെണ്ണം കൊടുക്കുകയാണ്. സോ അവൻ്റെ മൂക്കിൽ നിന്ന് ചോരയും വരുന്നുണ്ട്. അവളാണെങ്കിൽ അവിടെ നിന്ന് എന്തൊക്കെയോ കോമഡി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മുടെ ഒറിഹിമിക്കും അതുപോലെ തന്നെ സാധുവയ്ക്കും മനസ്സിലാകുന്നില്ല. ഹേ ഓറഞ്ച് തലമുടി, ഞാൻ നിന്നെ വെറുതെ വിടത്തില്ല, നിന്നെ ഞാൻ കൊന്നിരിക്കും എന്ന് പറഞ്ഞ് ഒറിഹിമിനെ അടിക്കാൻ പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ ഹിറൂക്കി ആണെങ്കിൽ അവളെ എടുത്തിട്ട് അവിടെ നിന്ന് ഓടുകയാണ്. സോ അവളെ ഫോളോ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒറിഹിമി ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സാധു പറയുകയാണ്, നമുക്ക് അവരെക്കുറിച്ച് ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ അവരുടെ പുറകെ ഫോളോ ചെയ്ത് പുറകെ പോയാൽ നമുക്ക് എന്തെങ്കിലും പണി കിട്ടുമെന്ന് നമ്മുടെ സാധു പറയുകയാണ്. സോ ഇത് നമ്മുടെ ഒറിഹിമി കേൾക്കുന്നുമുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹിറൂക്കി ആണെങ്കിൽ അവളെ എടുത്തുകൊണ്ട് കണ്ടം വരി ഓടിക്കൊണ്ടിരിക്കുകയാണ്. മര്യാദയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹിറൂക്കിന്റെ ചന്തിയിലൊക്കെ തൊട്ട് നോക്കിയാണ് അവൾ. സോ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവൻ താഴേക്കൊക്കെ വീഴുന്നുണ്ട്. എന്നാലും എങ്ങനെയൊക്കെയോ അവളെ ഒന്ന് പിടിച്ചു വെക്കുന്നുണ്ട്. അവൾ ശ്രമിക്കുന്നത് നമ്മുടെ ഹിറൂക്കിൻ്റെ അടി കൂടാൻ വേണ്ടിയാണ്. കാരണം ഹിറൂക്ക ഒരു കാര്യമില്ലാതാണ് അവളെ ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നത്. സോ ഹിറൂക്കിൻ്റെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവളാണെങ്കിൽ ഫൈറ്റ് ചെയ്യുന്നതൊക്കെ നിർത്തുകയാണ്. എന്നിട്ട് നമ്മുടെ ഹിറൂക്കയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അവൾ ഹിറൂക്കനോട് പറയുകയാണ്, ഹ്യൂമൻ സോൾ റിപ്പേഴ്സ് ഹോളോ ഇതെല്ലാം കൂടെ ചേർന്നതാണ് നമ്മുടെ ഓർഗനൈസേഷൻ. സോ ഇത് കേട്ടു തന്നെ നമ്മുടെ ഹിറൂക്ക നല്ല രീതിയിൽ തന്നെ സീരിയസ് ആകുന്നുണ്ട്. കാണിക്കുന്നത് തൻ്റെ അച്ഛൻ്റെ മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ ഇഷിതനെയാണ്. സോ നമ്മുടെ റിയൂഗൻ പറഞ്ഞ കുറെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മുടെ ഇഷിത ഫൈനലി അക്സെപ്റ്റ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ഇനി നമ്മുടെ ഇച്ചിഗോന്റെ ഗ്രൂപ്പിലോട്ട് ഇനി ഇഷിത പോകത്തില്ലെന്നാണ് തൻ്റെ അച്ഛന് വാക്ക് കൊടുക്കുന്നത്. സോ അവിടെ വെച്ച് ബ്ലീച്ചിന്റെ 12ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ 112 ആണെന്ന് തോന്നുന്നു. സോ എനിക്കിന്ന് ടൈമൊന്നും കിട്ടിയില്ല. അതിന് മുമ്പ് തന്നെ ഹാപ്പി വിഷു, എല്ലാവർക്കും ഹാപ്പി വിഷു. സോ അതുപോലെ ഇന്ന് ടൈമൊന്നും എനിക്ക് കിട്ടിയില്ല. സോ അതുകൊണ്ടാണ് വീഡിയോ വരാൻ വേണ്ടി ഇത്രയധികം ലേറ്റ് ആയത്. സോ ഇനി പണ്ടത്തെ തൊട്ട് വീഡിയോസ് ഒന്നും വരത്തില്ലായിരിക്കും.
ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഇനി ബ്ലീച്ചിൻ്റെ വീഡിയോ ഒക്കെ കൺസിസ്റ്റൻ്റ്, ഞാൻ പണ്ട് 5 വീഡിയോ ഒക്കെ ഇടുമായിരുന്നല്ലോ. സോ അങ്ങനെയൊന്നും ഇനി വരത്തില്ല. ഒരു വീഡിയോ തന്നെ വരുന്നത് ഭാഗ്യമായിരിക്കും ഒരു ദിവസം. കാരണം ഇനി ക്ലാസ്സൊക്കെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. സോ കുറേ റെക്കോർഡും കുറേ സംഭവമൊക്കെ എഴുതാനുണ്ട്. സോ അതെല്ലാം ഇനി എഴുതണം. സോ അതുകൊണ്ട് തന്നെ എനിക്കിനി ടൈമൊന്നുമില്ല അങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ. എന്നാലും ഞാൻ ഡെയിലി ഓരോ വീഡിയോസ് വെച്ചിടാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ ഞായറാഴ്ച ശനിയാഴ്ച ദിവസവും ഞാൻ ബ്ലീച്ചിൻ്റെ ഒരു 2 വീഡിയോസൊക്കെ വെച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ സപ്പോർട്ടൊന്നും കുറയ്ക്കരുത്. അതുമാത്രമല്ല, ഞാനിങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടുന്ന സമയത്ത്, എന്ന് വെച്ചാൽ ഒരു ദിവസം 5-6 വീഡിയോ ഇടുന്ന സമയത്ത് അതെനിക്ക് വ്യൂസിനൊക്കെ ബാധിക്കുന്നുണ്ട്. സോ അതും കൂടെ കാരണമാണ്. സോ പിന്നെ ടൈമില്ല, അറിയാമല്ലോ. സോ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. അതിന് മുമ്പ് എന്നെ കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ 2 വീഡിയോസൊക്കെ വെച്ച് ചെയ്യാം. ഓക്കെ. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ.